നാളെ കർക്കിടക മാസം 1-ാം തീയതി നമ്മുടെ രാമായണ മാസം തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഭക്തിസാന്ദ്രമായ രാമായണ മാസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീടെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി രാത്രിയാകുമ്പോഴത്തേക്ക് നമ്മൾ സന്ധ്യ കഴിഞ്ഞ് വിളക്കെല്ലാം ഒരുക്കി വെച്ച് രാമായണമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കണം. നാളെ രാവിലെ ആകുമ്പം വിളക്കം കത്തിച്ചിട്ട് നമുക്ക് രാമായണം വായിച്ചു തുടങ്ങേണ്ട ദിവസമാണ് നാളെ. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഓരോ ദിവസവും വായിക്കേണ്ടുന്ന ഭാഗങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും അതിൻ്റെ തൊട്ടടുത്ത ദിവസം വായിക്കേണ്ടുന്ന ഭാഗങ്ങൾ പറയുക എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നാളെ കർക്കിടകം 1 നമ്മുടെ രാമായണ മാസം തുടങ്ങുമല്ലേ. അപ്പം ഞാൻ കഴിഞ്ഞ വർഷവും ഇട്ടായിരുന്നു രാമായണം വായിക്കുന്നതിൻ്റെ ഓരോ ദിവസവും വായിക്കുന്ന ഏതൊക്കെ ഭാഗങ്ങളാണെന്നും ഒക്കെ, ഏത് വരി തൊട്ട് ഏത് വരിയാണ് ഈ രാമായണമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വേണ്ടേ അധ്യാത്മരാമായണം, കിളിപ്പാട്ട്, എഴുത്തച്ഛൻ, വിനായക ബുക്സ്, ഈ രാമായണം ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. പിന്നെ വരികളൊക്കെ എല്ലായിടവും എല്ലാ രാമായണത്തിലും ഒരുപോലെ ആയിരിക്കുമല്ലോ, ഓരോരോ കാണ്ഡങ്ങളും അതിൻ്റെ ഓരോന്ന്. അപ്പം അത് വെച്ചിട്ടും നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഈ രാമായണം ഉപയോഗിക്കുന്നവർക്ക് ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട് ഓരോ ദിവസവും വായിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെ കണ്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ വർഷവും ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുണ്ട് രാമായണ മാസത്തിലെ ഓരോ ദിവസവും വായിക്കേണ്ടുന്ന ഭാഗങ്ങൾ. 1-ാം ദിവസം ഇന്ന കാര്യങ്ങൾ, ബാലകാണ്ഡം ഇത്ര നമ്പർ, പേജ് നമ്പർ ഇത്ര മുതൽ ഇത്ര വരെ. അപ്പോൾ ഇതല്ലാത്തവർക്ക് പേജ് നമ്പർ നോക്കണ്ട, പക്ഷേ ആ വരികൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ബാലകാണ്ഡം മുതൽ 1-ാം ദിവസം ബാലകാണ്ഡം മുതൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ എന്ന് തുടങ്ങുന്നത് തൊട്ട് ഈശ്വരം പ്രതീക്ഷ്യമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭുവി സുഖിച്ചു വാണാരല്ലോ എന്ന വരെയാണ് അന്ന് വായിക്കേണ്ടത്. അപ്പോൾ ഇതെവിടെയാണ് വരുന്നതെന്ന് ഞാനൊരു ഏകദേശം ഒരു ഐഡിയ പറഞ്ഞു തരാം. അപ്പോൾ ഈ രാമായണം അല്ലെങ്കിലും നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാം. അതായത് ഈ വരി ഏകദേശം ഈ സബ് ഹെഡിങ് ഉണ്ടല്ലോ, അത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് 1-ാം ദിവസം വായിക്കേണ്ടത്. ഇതാണ് തുടക്കം. അധ്യാത്മരാമായണം ബാലകാണ്ഡമാണ് തുടക്കം. നമ്മളപ്പോൾ ആദ്യം ഇതിങ്ങനെ വായിച്ചു വരുന്നു. ഇതൊക്കെ ഈ പുസ്തകം അല്ലാത്തവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എവിടം വരെയാണ് വായിക്കുന്നതെന്ന്. 1-ാം ദിവസം. അപ്പോൾ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന വരികൾ വരുന്നത് ഈ ശിവൻ്റെ കഥാകഥനം എന്ന സബ് ഹെഡിങ്ങിലുള്ള ഒരു വരിയിലാണ് 1-ാം ദിവസം നിർത്തുന്നത്. ശിവൻ്റെ കഥാകഥനം, അതിൻ്റെ വരി എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ. ഇവിടം വരെയാണ് 1-ാം ദിവസം. അപ്പം ഞാനിങ്ങനെ അടയാളപ്പെടുത്തി ഇട്ടിരിക്കുവാണ് ഓരോ വരികളും, ഓരോ ദിവസവും ഏത് വരി വരെയാണ് വായിക്കേണ്ടതെന്ന്. അപ്പം നമ്മളിങ്ങനെ വായിച്ച് വരുമ്പം അവിടെ എത്തുമ്പം നമുക്ക് ഇന്നത്തെ വരി വരെ ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണിങ്ങനെ അടയാളപ്പെടുത്തി. ഇനി നമുക്കതല്ല സമയമുണ്ട് കുറച്ചുകൂടെ വായിക്കാം എന്നാണെങ്കിൽ നമുക്ക് അടുത്തതും കൂടെ അങ്ങ് വായിക്കാം. അപ്പോൾ സമയമില്ലാത്ത ദിവസങ്ങളിൽ നമുക്കതനുസരിച്ച് നമ്മൾ മുടങ്ങാതിരിക്കാൻ മാത്രം വായിച്ചാലും മതി. സമയമുള്ള ദിവസം ഇങ്ങനെ കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുവരെയാണ് 1-ാം ദിവസം വായിക്കേണ്ടത്. ആദ്യം മുതൽ ശിവൻ്റെ കഥാകഥനം എന്ന സബ് ഹെഡിങ്ങിൽ ഈ വരി വരെ ആണ് നമുക്ക് 1-ാം ദിവസം വായിക്കേണ്ടത്. അപ്പോൾ ഈ രാമായണമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പേജ് നമ്പർ 25. 25-ാമത്തെ പേജിലെ ഇവിടെ ഈ അവസാനത്തെ വരി വരെയാണ് 1-ാം ദിവസം. അതായത് പുത്രലാഭാലോചന, അതാണ് അതിൻ്റെ തൊട്ടടുത്ത വരുന്നത്. അതായത് 2-ാം ദിവസം തുടങ്ങേണ്ടത് ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ മറ്റ് രാമായണങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഈ പുത്രലാഭാലോചനയുടെ തൊട്ട് മുകളിൽ വരെ ഉള്ള വരികൾ 1-ാം ദിവസം വായിക്കണം എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇനി നാളെ 2-ാം ദിവസത്തെ ഇടാം. അങ്ങനെ ഞാൻ ഓരോ ദിവസവും തലേ ദിവസം
അന്നന്നത്തെ പിറ്റേ ദിവസം വായിക്കേണ്ടുന്നത് പറയാം. കഴിഞ്ഞ വർഷം ഞാനിതെല്ലാം കൂടെ ഒന്നിച്ചൊറ്റ വീഡിയോ ആയിട്ടായിരുന്നു ചെയ്തത്. ഇപ്പം അതിന് പകരം ഞാൻ ഓരോ ദിവസവും വായിക്കേണ്ടുന്നത് തലേ ദിവസം, അടുത്ത ദിവസം വായിക്കേണ്ടത് തലേ ദിവസം തന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് അങ്ങനെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. കാര്യം എനിക്ക് എന്നും ഇടുന്ന സ്ഥിരമുള്ള വീഡിയോകൾ ഇടണമല്ലോ. അപ്പം അതിന് പുറമെ ഞാൻ ഇതും കൂടെ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യത്തെ ദിവസം വായിക്കേണ്ടത് നമ്മൾ ആദ്യം തുടങ്ങുന്ന വരി മുതൽ ശിവൻ്റെ കഥാകഥനം എന്ന് പറയുന്നതിലും ആ ഒരു ചെറിയ സബ് ഹെഡിങ് മുതൽ പുത്രലാഭാലോചന എന്ന് പറയുന്ന സബ് ഹെഡിങ്ങിന് തൊട്ട് മുകളിൽ വരെയാണ് ഒന്നാമത്തെ ദിവസം വായിക്കുന്നത്. അപ്പോൾ ഇനി നാളെ അടുത്ത ദിവസം വായിക്കേണ്ടത്, രണ്ടാം ദിവസം വായിക്കേണ്ടത് ഞാൻ ഒന്നാം ദിവസം, അതായത് നാളെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഒരു തടസ്സങ്ങളും ഇല്ലാതെ, വിഘ്നങ്ങളൊന്നും വരാതെ, നമുക്ക് മുടങ്ങാതെ രാമായണം വായിക്കാൻ എല്ലാവരെയും, സ്ത്രീകൾക്ക് പിന്നെ പറ്റത്തില്ലല്ലോ, 7 ദിവസം നമുക്ക് വായിക്കാൻ പറ്റത്തില്ലല്ലോ. അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലും അതിന് മുമ്പുള്ള ദിവസങ്ങളിലും ഒക്കെ വായിക്കുക. അതിന് ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വായിക്കുന്ന രീതിയും പിന്നെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്ന ഒരു രീതിയുമാണ് ഞാൻ പറഞ്ഞു തന്നത്. അല്ലാതെ വേറെ ഏതെങ്കിലും ഇതിലും എളുപ്പം കണ്ടുപിടിക്കാനും വായിക്കാനും പറ്റുന്ന എന്തെങ്കിലും രീതികളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓരോരുത്തരും എവിടം വരെ ആയി എന്നൊക്കെ അതിൻ്റെ താഴെ ഓരോ ദിവസവും ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊരു രസമല്ലേ, നമുക്കൊരു സന്തോഷം. ഞങ്ങളാണെങ്കിൽ ഇവിടെ ഞാനും ബിന്ദു ഒക്കെ വായിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്, ഇന്നെവിടം വരെ ആയി, ഇന്നെവിടം വരെ ആയി എന്ന്. അപ്പോൾ എൻ്റെ ഈ ഞാൻ തലേ ദിവസം ഇടുന്ന വീഡിയോയ്ക്ക് അല്ലെങ്കിൽ അടുത്ത ദിവസം ഇടുന്ന വീഡിയോയുടെ താഴെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇന്നലെ ഇതുവരെ വായിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഇന്നലെ ഇതുവരെ വായിക്കാൻ കഴിഞ്ഞില്ല എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് ഒരു സന്തോഷം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ടെന്നറിയുമ്പോൾ എനിക്കൊരു സന്തോഷം. നമുക്കങ്ങനെ ഒന്നിച്ചൊരു രാമായണ മാസം ആഘോഷിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.